ഇന്ന് റിലീസായ കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യമേ ഒരു കാര്യം പറയാം, കണ്ട പൊട്ടന്മാരൊക്കെ കണ്ട വേഷവും കെട്ടി വന്നിരുന്ന് പറഞ്ഞ റിവ്യൂവും കേട്ട് നിങ്ങൾ സിനിമ കാണാൻ പോതിരിക്കരുത്. കുറേ ഫാൻസി ഡ്രസ്സ് പോലത്തെ കുറേ വേഷവും കെട്ടി വന്നിരുന്ന് വായി തോന്നേക്ക് വിളിച്ച് പറഞ്ഞൊന്നും സിനിമ റിവ്യൂ അല്ല, അതിനൊക്കെ സിനിമേനെ തരം തട്ടുന്ന രീതിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഭയങ്കര വലിയ സിനിമയൊന്നും ഞാൻ പറയത്തില്ല, പക്ഷേ അധികം മോശവുമല്ല. ഒരു മിനിമം സാമാന്യം നല്ലൊരു സിനിമയാണ് കണ്ണപ്പ എന്ന് പറഞ്ഞ ഒരു സിനിമ. കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഹിന്ദു മതത്തിലെ ഭക്ത കണ്ണപ്പയുടെ കഥയും ഐതിഹ്യവും പരമേശ്വരൻ മഹാദേവനുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയുള്ളതാണ് സിനിമയിൽ കാണിക്കുന്നത്. കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമയിൽ ടൈറ്റിൽ റോളിൽ വരുന്നത് വിഷ്ണു മഞ്ജുവാണ്. വിഷ്ണു മഞ്ജുവിനെ മലയാളികൾക്ക് അധികം പരിചയം ഇല്ലാത്തൊരു നടനാണ്. അതുകൊണ്ട് ഈ സിനിമയ്ക്ക് വലിയ ഹൈപ്പൊന്നും കിട്ടുമെന്ന് തോന്നില്ല. ഈ സിനിമയിൽ മോഹൻലാലിൻ്റെ ഇൻട്രോ സൂപ്പറായിരുന്നു. മോഹൻലാലിനെ കാണിച്ചപ്പോൾ BGM സൂപ്പറായിരുന്നു. പിന്നെ മോഹൻലാലിനുള്ള ചെറിയ ഒരു ആക്ഷൻ രംഗം സൂപ്പറായിരുന്നു. മോഹൻലാൽ ഈ വേഷം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രഭാസാണ് മറ്റൊരു കാമിയോ റോൾ, അതും മികച്ചതായിരുന്നു. മഹാദേവൻ്റെ രുദ്ര എന്ന് പറഞ്ഞൊരു വേഷമാണ് പ്രഭാസ് ഇതിൽ ചെയ്യുന്നത്. അക്ഷയ് കുമാർ ഈ സിനിമയിൽ ശിവൻ്റെ വേഷം അഭിനയിച്ച് വെറുപ്പിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്, പക്ഷേ അദ്ദേഹം നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. കാജൽ അഗർവാൾ പാർവതി വേഷം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ക്ലൈമാക്സിൽ കണ്ണപ്പ എന്ന് പറഞ്ഞ കഥാപാത്രം ശിവലിംഗത്തിന് തൻ്റെ കണ്ണുകൾ കൊടുക്കുന്ന ഒരു സീനുണ്ട്. അത് ഇതിൻ്റെ യഥാർത്ഥ ഐതിഹ്യം അങ്ങനെയാണ്. കലിയുഗത്തിൻ്റെ 2-ാം നൂറ്റാണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു ഐതിഹ്യം സിനിമയാക്കുമ്പോൾ അതിൽ പറയപ്പെടുന്ന കാര്യങ്ങളൊന്നും ആർക്കും മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ കാര്യവും അതേപോലെ അംഗീകരിച്ചേ പറ്റൂ. ഐശ്വര്യ ഭാസ്കറിന് ഈ സിനിമയിൽ നല്ല വേഷമാണ് ചെയ്തത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഐശ്വര്യ ഭാസ്കറിന് ഇത്രയും ഒരു നല്ല വേഷം ലഭിക്കുന്നത്. ഐശ്വര്യ ഭാസ്കറിൻ്റെ ഈ ഒരു കഥാപാത്രം ഈ സിനിമയുടെ കഥയിലും നല്ല പോലെ പങ്കുണ്ട്. ഇതിൽ നായികയായി അഭിനയിക്കുന്ന പ്രീതി മുകുന്ദനും മികച്ച വേഷമാണ് ചെയ്തത്. ഒരു ശിവഭക്തയായിട്ട് നന്നായി തന്നെ അഭിനയിച്ചു. ഈ സിനിമയിൽ ഒരു ഭക്തി സംബന്ധപ്പെട്ടൊരു കഥയാണ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഈ സിനിമയിലാണെങ്കിൽ പ്രീതി മുകുന്ദൻ്റെ കോസ്റ്റ്യൂം ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. ഒരുപാട് വൾഗർ ടൈപ്പായിട്ടുള്ള കോസ്റ്റ്യൂമാണ് പ്രീതി മുകുന്ദൻ ഈ സിനിമയിൽ യൂസ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു, കാരണം ഇതൊരു ഭക്തി സംബന്ധപ്പെട്ടൊരു സിനിമ ആയതുകൊണ്ട്. കണ്ടിരിക്കാൻ പറ്റിയ ഒരു മികച്ച ഐതിഹ്യ സിനിമയാണ് കണ്ണപ്പ എന്ന് പറഞ്ഞ ഈ സിനിമ. ഈ സിനിമ നിങ്ങളുടെ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ പോയി മിസ്സാക്കാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഈ സിനിമ കാണാൻ നേരത്ത് ഈ സിനിമ എന്ത് കഥയാണ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഇതിൻ്റെ കഥയും തീമും പെർഫോമൻസും എല്ലാം നോക്കി നിങ്ങളുടേതായിട്ടുള്ള ചോയ്സിൽ സിനിമ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരു മികച്ച പടമായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇതാണ് കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമയെ പറ്റി എനിക്ക് പറയേണ്ട കാര്യങ്ങൾ.